വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളെന്ന് ചെയ്യുന്നത് ഒരു ടീ ടൈം സ്നാക്കാണ്. നമ്മളിപ്പോൾ വീഡിയോയിൽ കുറച്ചധികമായിട്ട് വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് സ്നാക്സും വളരെ ചെറിയ ചെറിയ റെസിപ്പീസാണ് നമ്മൾ ചെയ്തത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടുവന്ന റിക്വസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ചെയ്യുന്ന വളരെ ഹ്യൂജ് റെസിപ്പീസ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ്, അതായത് ചിക്കൻ മട്ടൺ ഒക്കെ വരുമ്പോഴത്തേനും ഇപ്പോഴും പോയി വാങ്ങാനൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ഇതൊന്നും നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അത് ചെറിയ ചെറിയ റെസിപ്പീസ് രണ്ടുമൂന്ന് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് റിക്വസ്റ്റ് ഒക്കെ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ കുറച്ച് ചെറിയ ചെറിയ റെസിപ്പീസ് ചെയ്യുന്നത്. നമ്മളത് ചെയ്യുന്നത് പഴംപൊരിയാണ്. അതായത് നമ്മൾ വീട്ടിൽ പഴംപൊരിയൊക്കെ ഒരു എന്താ പറയുക, ഒരു റെയർ ഐറ്റം ഒന്നുമല്ല. നമ്മൾ എപ്പോഴും ഒക്കേഷനിലേക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നാടൻ തട്ടുകടയിൽ നിന്ന്, നാടൻ ടീ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന സോഫ്റ്റ് പഴംപൊരിയാണ് നമ്മൾ ചെയ്തത്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പഴംപൊരിയുടെ പുറമെ ആ ഒരു നല്ല കട്ടിയായിരിക്കും. പക്ഷെ ഇത് അങ്ങനല്ല, കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ നാടൻ സ്റ്റൈലിൽ നമ്മുടെ നാടൻ തട്ടുകടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ സെയിം ടേസ്റ്റിൽ പഴംപൊരിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പോലെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പഴംപൊരിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം നമ്മൾ അഡീഷൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട് നിങ്ങൾ ഈ പഴംപൊരി വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ നല്ല പുറത്ത് നല്ല മഴയുണ്ട്. ഈ മഴ സമയത്ത് നമ്മളെ ചൂട് പഴംപൊരിയും നല്ല ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ മുറ്റത്തിരുന്ന് ഇങ്ങനെ കഴിച്ചാൽ എന്ത് രസമായിരിക്കും. അത് നമ്മൾ ആയിച്ച് നോക്കിയേ. നല്ല മഴ, പുറത്ത് ഇങ്ങനെ നല്ല മഴ. അപ്പോൾ നമ്മളിങ്ങനെ ചൂട് പഴംപൊരി ഇങ്ങനെ കടിച്ച് ഒരു ഗ്ലാസ് ചായ കുടിച്ച് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുമ്പോൾ അത് പ്രത്യേക ഫീലിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും പഴംപൊരി ഉണ്ടാക്കി നോക്കാം. നിങ്ങളിപ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തേക്കുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന സ്നാക്ക് പഴംപൊരി ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മൾ പഴംപൊരി തയ്യാറാക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാര, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മുടെ പുട്ടിൻ്റെയൊക്കെ അരിക്കുന്നതല്ല, നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് മൈദ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദോശമാവ്, പിന്നെ നമ്മുടെ വരുന്നത് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ദോശമാവ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദോശമാവ്, അത് ഇച്ചിരി പുളിച്ച് ദോശമാവാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് പുളിച്ച് ദോശമാവ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈദമാവ് ഒരു 1-2 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്താലും മതി. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പഴംപൊരിയുടെ പുറത്തുള്ള കവറിങ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ബാറ്റർ കുറച്ചും കൂടി ഫ്ലഫി ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. ദോശമാവ് ഇല്ലാത്തവർക്കാണ് നമുക്ക് മൈദ ഒരു 2 മണിക്കൂർ മുമ്പേ മിക്സ് ചെയ്ത് വെച്ചാൽ അത് കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബൗളിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. ദോശമാവ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ അരിപ്പൊടി. അതൊരു 3-4 സ്പൂൺ അരിപ്പൊടി മതിയാകും. കാരണം നമ്മൾ എടുക്കുന്ന മാവിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൈദയും ചേർത്ത് കൊടുക്കാം. മൈദയാണ് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു 1/2 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര. അത് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പഴംപൊരി തളർന്നു പോകും. അപ്പം കുറച്ചിങ്ങനെ ഒരു കരിവിലാന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് നമ്മളെ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു ഇച്ചിരി കളറ് വരാൻ വേണ്ടി. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു മഞ്ഞ കളറായിരിക്കും പിന്നെ പുറത്ത് വരുന്നത്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ വെക്കുമ്പോൾ ഫുഡ് കളറൊന്നും ചേർക്കാറില്ല. മഞ്ഞൾപ്പൊടി മതി, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും ബാക്കി പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ലേശം ഉപ്പും കൂടെ ഇട്ടെടുക്കും. ഉപ്പ് നമ്മുടെ പാകത്തിന്, ഇതിൻ്റെ കണക്ക് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർത്ത് വെക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ പഴംപൊരിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി, ആ ഒരു മാവിൻ്റെ നീട്ടമുണ്ട്, അത് അധികം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴത്തിൽ ആ മാവ് പിടിക്കത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അധികം കട്ടിയായി പോയെങ്കിലും ഭയങ്കര തിക്ക് കോട്ടിങ് ആയിരിക്കും. അപ്പം നമ്മൾ ആ മാവിൻ്റെ ഒരു നീട്ടമുണ്ട്, ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് നമ്മളിങ്ങനെ കോരിങ്ങനെ ഒഴിക്കുമ്പോഴത്തേനും അതിങ്ങനെ നല്ലതായിട്ട് സ്മൂത്തായിട്ട് നല്ല ഫ്ലോയിൽ വേണമെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് ഇതാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ ഉദ്ദേശിച്ച മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ വീഴണം. അപ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബാറ്ററിന് ഒരു 2 മുതൽ 3 മണിക്കൂർ, അതായത് ഒരു 2 to 3 hours നമ്മൾ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ ഇത് നല്ല രീതിയിൽ സെറ്റായി
നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, റെസ്റ്റിന് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മുടെ 3 മണിക്കൂർ കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ വെച്ചൊക്കെ ഉദ്ദേശിച്ചത്, പക്ഷേ ഒരു 1 മണിക്കൂർ കൂടി അഡീഷണൽ വെച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റായി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം ഒന്ന് ബ്ലെൻഡായി വരും. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത്, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അതിൻ്റെ എന്താ പറയുക തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ പകുതി കട്ട് ചെയ്തിട്ട് അതിനെ 2 പീസായിട്ടാണ് കട്ട് ചെയ്തത്. ഒരു നേന്ത്രപ്പഴത്തിൽ നമുക്ക് 4 എണ്ണം കിട്ടത്തക്ക രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്ത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീളത്തിന് കട്ട് ചെയ്ത്, ഇപ്പം എനിക്ക് വീട്ടാവശ്യത്തിനായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്താണ് കുറച്ചും കൂടെ എളുപ്പമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക, എണ്ണയിലിട്ട് വറുത്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല നാടൻ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നേന്ത്രപ്പഴം നമ്മുടെ ബാറ്ററിൽ മുക്കുക, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. നല്ല ചൂടോടെ കഴിക്കുക. അടിപൊളി പഴംപൊരി. ഒരു ചെറിയൊരു കാര്യം കൂടെ പറയണം. നമ്മുടെ പഴംപൊരി വറുത്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതൊരു പ്ലേറ്റിലിട്ടിട്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്ത് നമ്മുടെ പഴംപൊരി വറുത്ത് കോരി വയ്ക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ എക്സസിൻ്റെ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ വലിച്ചെടുക്കും. നമ്മൾ ഹോം മെയ്ഡ് ആയതുകൊണ്ട് വലിയ ഇഷ്യൂസൊന്നും ഇല്ല. കാരണം നമ്മൾ വീട്ടിൽ ആട്ടിയ എണ്ണ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷോപ്പിലൊക്കെ വാങ്ങുന്ന എണ്ണയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ പഴംപൊരി ഒന്ന് വറുത്ത് കോരിയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ഓയിലൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന രീതി അനുസരിച്ച് ചെയ്തോളൂ. ടിഷ്യൂ പേപ്പറിൽ വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം, കുഴപ്പമൊന്നും. പക്ഷേ നമുക്ക് എക്സ്ട്രാ ഓയിലൊക്കെ നമ്മൾ കഴിക്കേണ്ട എന്നുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നിങ്ങൾ നല്ല രീതിയിൽ വറുത്ത് നിങ്ങൾ കഴിക്കുക. നല്ല ടീക്കൊക്കെ നമുക്ക് പറയേണ്ട, നമ്മൾ മലയാളികളുടെ എല്ലാവരും ഒരു ഫേവറേറ്റ് ഐറ്റമാണ് നമ്മുടെ പഴംപൊരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.